നമസ്കാരം. ആ വാക്ക് അത് പാലിച്ചുകൊണ്ടാണ് ബി.ജെ.പി. തലസ്ഥാനത്തിന്റെ അധികാര കസേരയിൽ ഇരിക്കാൻ പോകുന്നത്. മോദി നേരിട്ടാണ് ഇനി കേരളത്തിന്റെ തലസ്ഥാനത്തെ ഭരണം നിയന്ത്രിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കേവലം നോക്കുകുത്തിയാക്കിക്കൊണ്ട് മോദി ഇനി തിരുവനന്തപുരത്ത് നിറഞ്ഞാടും. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ജനുവരി മാസത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും. ഇതൊരു സാധാരണ സന്ദർശനമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്, ഒരു വികസന സന്ദേശമാണ്, അതിലുപരി ഒരു മാറ്റത്തിന്റെ ആഹ്വാനമാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പി. നേടിയ ചരിത്ര വിജയത്തിന് പിന്നാലെ ബി.ജെ.പി. നേതൃത്വം ആദ്യമായി പിടിച്ചെടുത്ത കോർപ്പറേഷന്റെ തട്ടകത്തിലേക്ക് മോദി എത്തുമ്പോൾ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടന വേളയിൽ സ്റ്റേജിൽ കയറിയിരുന്നു എന്ന് പറഞ്ഞ് സഖാക്കൾ ആക്ഷേപിച്ച അതേ രാജീവ് ചന്ദ്രശേഖറും കൂട്ടരും അധികാരത്തിന്റെ കിരീടം അണിഞ്ഞുകൊണ്ട് തന്നെ താമരപ്പൂക്കൾ വിതറി സ്വീകരിക്കും മോദിയെ. അതേ നഗരത്തിൽ നിന്നാണ് കേരളത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള വികസന ബ്ലൂ പ്രിന്റ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പുറത്തുവിടുന്നത് എന്നത് യാദൃച്ഛികമല്ല, അത് രാഷ്ട്രീയ ചരിത്രമാണ്. കേരളം പതിറ്റാണ്ടുകളായി മാറി മാറി ഭരിച്ച ഇടതും വലതും സർക്കാരുകൾ ഒരുപോലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് ഇന്നൊരു വലിയ വിഭാഗം ജനങ്ങൾ തുറന്നു പറയുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വികസനത്തിന്റെ പേരിൽ മുദ്രാവാക്യങ്ങളും അഴിമതിയുടെ പേരിൽ ഫയലുകളും മാത്രമാണ് ഈ സർക്കാരുകൾ കേരളത്തിന് നൽകിയത്. അതിനിടയിലാണ് തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പി. ഉയർന്നു വന്നത്. അധികാരത്തിന്റെ അഹങ്കാരത്തെ തോൽപ്പിച്ച് വികസന രാഷ്ട്രീയം വിജയിച്ച അപൂർവ നിമിഷമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തലസ്ഥാനത്തെത്തും. വികസിത അനന്തപുരി എന്ന ലക്ഷ്യത്തോടെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. ജനുവരി അവസാനത്തോടെയാകും മോദി എത്തുക. കൗൺസിലർമാരുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ജനുവരി 9 മോദി തമിഴ്നാട്ടിലും എത്തും. പുതുക്കോട്ടയിൽ തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രന്റെ സംസ്ഥാന പര്യടന സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. വിജയം ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലമായി മാത്രം കാണുന്നത് വലിയ രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലായ്മയാണ്. അത് കേരളത്തിന്റെ മനോഭാവത്തിലുള്ള മാറ്റത്തിന്റെ ആദ്യ സൂചനയാണ്. വർഷങ്ങളായി ബി.ജെ.പിക്ക് കേരളത്തിൽ വളർച്ചയില്ല എന്ന് പറഞ്ഞിരുന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദങ്ങളെ തള്ളിക്കളഞ്ഞ വിജയം. ഈ വിജയം ബി.ജെ.പിക്ക് കിട്ടിയത് പ്രചരണം കൊണ്ടല്ല, വികസന വാഗ്ദാനങ്ങൾ കൊണ്ടാണ്. ശുചിത്വം, ഗതാഗതം, സ്മാർട്ട് സിറ്റി ആശയങ്ങൾ, ഡിജിറ്റൽ സേവനങ്ങൾ, നഗര ആസൂത്രണം ഇവയൊക്കെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പിയെ ജനങ്ങൾ വിശ്വസിക്കാൻ കാരണമായത്. അതിനുള്ള നന്ദി പ്രകടനവും അംഗീകാരവുമാണ് മോദിയുടെ സന്ദർശനം. നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു, ഇനി ഞങ്ങൾ നിങ്ങളെ നിരാശരാക്കില്ല എന്ന സന്ദേശം. അതോടൊപ്പം വികസന ബ്ലൂ പ്രിന്റ് പേപ്പറിൽ മാത്രം ഒതുങ്ങാത്ത വാഗ്ദാനമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രി മോദി തിരുവനന്തപുരത്ത് അവതരിപ്പിക്കാൻ പോകുന്ന വികസന ബ്ലൂ പ്രിന്റ് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായമാണ്. ഇതുവരെ കേരളത്തിൽ വികസന പദ്ധതികൾ എന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നു. എന്നാൽ മോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പാക്കിയ പദ്ധതികൾ, മെട്രോ, ഹൈവേ, തുറമുഖങ്ങൾ, ഡിജിറ്റൽ ഇന്ത്യ, സ്വച്ഛ് ഭാരത് ഇവയെല്ലാം പ്രവർത്തനത്തിലൂടെ തെളിയിച്ച വികസന മാതൃകകളാണ്. തിരുവനന്തപുരം നഗരസഭയ്ക്കായി അവതരിപ്പിക്കുന്ന ബ്ലൂ പ്രിന്റ് ഒരു നഗരത്തിനുള്ള പദ്ധതി മാത്രമല്ല, കേരളം മുഴുവൻ സ്വീകരിക്കാവുന്ന വികസന മാതൃകയാണ്. സ്മാർട്ട് ട്രാൻസ്പോർട്ട്, സ്റ്റാർട്ടപ്പ് ഹബ്ബുകൾ, ഐ.ടി. വികസനം, ടൂറിസം, അടിസ്ഥാന സൗകര്യങ്ങൾ, നഗര ശുചിത്വം, മാലിന്യ സംസ്കരണം ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള പിന്തുണയോടെയാണ് നടപ്പാകാൻ പോകുന്നത്. ഈ സന്ദർശനവും വികസന ബ്ലൂ പ്രിന്റും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നറിയിപ്പാണ്. ഒരു ചോദ്യം കേരള ജനതയുടെ മുന്നിലുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ സാധ്യമായ മാറ്റം കേരളം മുഴുവൻ സാധ്യമാക്കണോ വേണ്ടേ എന്നുള്ളത്. ഇടതും വലതും സർക്കാരുകൾ കേരളം നൽകിയ അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഫലം എന്തായിരുന്നു എന്നതായിരുന്നു ചോദ്യം. തൊഴിലില്ലായ്മ, നശിച്ച വ്യവസായങ്ങൾ, കേരളത്തെ ഒഴിവാക്കിയ നിക്ഷേപകർ, അഴിമതിയും രാഷ്ട്രീയ അഹങ്കാരവും മാത്രമായ ഭരണ സംവിധാനം. ഇതിനിടയിലാണ് മോദിയുടെ വികസന രാഷ്ട്രീയത്തിന് കേരളം അവസരം നൽകേണ്ട സമയം വന്നിരിക്കുന്നത്. ബി.ജെ.പി. നിയമസഭയിൽ ജയിച്ചാൽ കേരളം എങ്ങനെ മാറുമെന്ന് ചിന്തിക്കേണ്ട. ബി.ജെ.പി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ കേരളം മാറും. ഇതൊരു മുദ്രാവാക്യമല്ല, രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങൾ കണ്ട സത്യമാണ്. ഗുജറാത്തിൽ, ഉത്തർപ്രദേശിൽ, അസമിൽ, ത്രിപുരയിൽ അവിടെയൊക്കെ നടന്നത് അത്ഭുതമല്ല, ദൃഢമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ നേർക്കാഴ്ചയാണ്. അതേ മാതൃക കേരളത്തിലും നടപ്പാക്കാൻ മോദി തയ്യാറാണ്. പക്ഷെ അതിന് ജനങ്ങളുടെ പിന്തുണ വേണം. കേരളം വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് വരണം. ദേശീയ ഹൈവേകൾ, റെയിൽവേ വികസനം, തുറമുഖ നവീകരണം, പ്രതിരോധ സാങ്കേതിക നിക്ഷേപങ്ങൾ ഇവയെല്ലാം കേരളത്തിന് ലഭിക്കാൻ കേന്ദ്രവും സംസ്ഥാനവും ഒരേ ദിശയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന് ബി.ജെ.പി. സർക്കാർ അനിവാര്യമാണ്. മോദിയുടെ സന്ദർശനം നന്ദിയും മുന്നറിയിപ്പും കൂടിയാണ് എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. തിരുവനന്തപുരം നഗരസഭാ വിജയം നൽകിയ ജനവിധിക്കുള്ള നന്ദിയുമാണ് മോദിയുടെ ഈ സന്ദർശനം. അതേസമയം അതൊരു രാഷ്ട്രീയ മുന്നറിയിപ്പുമാണ്. കേരളം മാറാൻ തയ്യാറാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഒപ്പം നിൽക്കുമെന്ന ഉറപ്പും കൂടിയാകുന്നു.
ഇത് വെറും രാഷ്ട്രീയമല്ല, ഇത് കേരളത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന നിമിഷമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വികസനം വേണോ വഞ്ചന തുടരണമോ എന്ന ചോദ്യമാണ് മോദിയുടെ സന്ദർശനം ഉയർത്തുന്നത്. കേരളം ഇനി പിന്നോട്ട് നോക്കേണ്ട സമയം കഴിഞ്ഞു. ലോകം മുന്നോട്ട് ഓടുമ്പോൾ മുദ്രാവാക്യങ്ങളിൽ കുടുങ്ങി നിൽക്കാൻ കേരളത്തിന് കഴിയില്ല. വികസനവും സുതാര്യതയും ദൃഢ നേതൃത്വവും ഒരുമിച്ച് ലഭിക്കേണ്ട സമയമാണ്. തിരുവനന്തപുരം നഗരസഭയിൽ BJP നൽകിയ പ്രതീക്ഷയാണ് മോദി ജനുവരിയിൽ വന്ന് വികസന ബ്ലൂ പ്രിന്റായി മാറ്റുന്നത്. അതൊരു നഗരത്തിന്റെ കഥയല്ല, ഒരു സംസ്ഥാനത്തിന്റെ തുടക്കത്തിന്റെ കഥയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചാൽ കേരളം മാറും. മോദിയുടെ കേരള സന്ദർശനം ആ മാറ്റത്തിന്റെ ആദ്യ ഔദ്യോഗിക പ്രഖ്യാപനമാണ്. കേരളം ഇനി തീരുമാനിക്കണം, പഴയ രാഷ്ട്രീയമോ പുതിയ ഇന്ത്യയിലേക്കുള്ള യാത്രയോ ഏതാണ് അനിവാര്യമെന്ന്.